നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. മാധ്യമങ്ങളിൽ മുഴുവൻ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള അപകട വാർത്തയാണ്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി പോലും ഉപയോഗിക്കാത്ത കാലപ്പഴക്കം വന്ന അടച്ചിട്ടിരുന്ന ഒരു കെട്ടിടം തകർന്നു വീണിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണു എന്നുള്ള രീതിയിലാണ്. ആ പഴയ എന്നുള്ള വാക്കും കാലപ്പഴക്കം വന്ന എന്ന വാക്കും അതുപോലെ തന്നെ അടച്ചിട്ടിരുന്ന എന്ന വാക്കും ഒക്കെ വിഴുങ്ങിക്കൊണ്ടാണ് അവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പൊതുവെ അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും, അയ്യോ, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണോ എന്ന് പലരും ചിന്തിച്ചു പോകും. അതായത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 257 കോടി രൂപ മുടക്കി നമുക്കറിയാം 465 ബെഡുകളും അതുപോലെ തന്നെ 14 ഓപ്പറേഷൻ തിയേറ്ററുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടം അവിടെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കും ഞാൻ കെട്ടിടം വല്ലതും ആണോ തകർന്നു വീണത് എന്ന് ആലോചിച്ചു പോകും. എന്നാൽ നിലവിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് ആ പഴയ കാലപ്പഴക്കം വന്നിട്ടുള്ള കെട്ടിടത്തിന്റെ 14ാം വാർഡിന്റെ ഒരു ഭാഗം ആണ് ഇടിഞ്ഞ് വീണിട്ടുള്ളത്. ആ അപകടത്തിൽ ഒരാൾക്ക്, ബിന്ദു എന്ന് പറയുന്ന തലയോലപ്പറമ്പിലുള്ള ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തീർത്തും വേദനാജനകം തന്നെയാണ്. ആർക്ക് ജീവൻ ഏത് വിഷയത്തിൽ നഷ്ടപ്പെട്ടാലും നമുക്ക് തീർത്തും സങ്കടമാണ് എന്നുള്ള കാര്യത്തിൽ പറയാനൊന്നുമില്ല. അങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെടരുതായിരുന്നു. പക്ഷെ എങ്ങനെയോ ആ അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള പല ചർച്ചകളും അതുപോലെ തന്നെ ഈ വിഷയത്തെ എങ്ങനെയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉപയോഗപ്പെടുത്തുന്നത് എന്നൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ വലിയ സങ്കടം തോന്നിപ്പോയി. നമ്മുടെ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയൊക്കെ ഒരു വല്ലാത്ത ഒരു ദുരവസ്ഥ, അവരുടെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥ ഒക്കെ നമ്മൾ പൊതുവെ കാണേണ്ടതുണ്ട്. നോക്കൂ, നിലവിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഓടി എത്തുന്നുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് വാസവ മന്ത്രി എത്തുന്നുണ്ട്. ഒപ്പം അവിടെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം സജീവമായി തന്നെ നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു ദിവസം 1000-ലധികം അങ്ങോട്ടേക്ക് രോഗികളൊക്കെ വരുന്നതാണ്. എന്നാൽ ഇപ്പൊ അങ്ങോട്ടേക്ക് ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മറ്റേ കെട്ടിടത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പഴയ കെട്ടിടത്തൊന്നും ആരും ഇല്ല എന്നുള്ള വാർത്ത കൂടി നമുക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ പൊതുവെ ഈ പറയുന്നത് പോലെ അടച്ചിട്ട ഒരു സ്ഥലത്തേക്ക് ചില ആളുകൾ പോയപ്പോൾ ഉണ്ടായ അപകടത്തിൽ പെട്ടുപോയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ ആകട്ടെ, നടക്കാൻ പാടില്ലാത്ത ഒന്നും നടന്നിരിക്കുന്നു. അത്തരത്തിൽ അടച്ച് ഇട്ടിട്ട് ഇരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പൊതുവെ ജീവനക്കാർ അത് വിലക്കുകയും അത്തരത്തിൽ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ബാധ്യത അതൊക്കെ ജീവനക്കാർക്കാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും അവിടെ ജീവനക്കാർക്ക് ചെറിയൊരു അശ്രദ്ധ എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടത്തിലേക്ക് ആളുകൾ പോകാതെ നോക്കേണ്ട ഒരു ബാധ്യത അത് ജീവനക്കാർക്കുണ്ട്. ജീവനക്കാർക്ക് സംഭവിച്ചിട്ടുള്ള അനാസ്ഥ അത് നമുക്ക് മൊത്തത്തിൽ സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാനൊന്നും നമുക്ക് പറ്റില്ല. എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഈ പറയുന്ന പുതിയ കെട്ടിടത്തിലേക്ക് എല്ലാം മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ ആരോഗ്യ മേഖല മുഴുവൻ ഇങ്ങനെയാണ്, എല്ലാം എന്താ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണെന്ന രീതിയിലുള്ള ഒരു നരേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ KPCC ഒരു പ്രതികരണം രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ നാളെ മുതൽ എല്ലാ ആശുപത്രികളുടെ ഫ്രണ്ടിലും സമരം നടത്താൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് ഈ മൈക്കും വെച്ച് കെട്ടി ഉച്ചത്തിൽ സംസാരിച്ച് ഇനി അവിടെ വരുന്ന രോഗികളെയൊക്കെ കുറച്ചുകൂടി രോഗികളാക്കി മാറ്റുക എന്നതാണോ KPCC പ്രസിഡന്റിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പോലും തോന്നിപ്പോയി. അങ്ങോട്ടേക്ക് ചാണ്ടി ഉമ്മൻ വരുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ പറയുന്നത് എന്താണ് സർക്കാർ ചെയ്തത്, മുഴുവൻ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാർത്തകളാണല്ലോ എന്ന രീതിയിലാണ് ചാണ്ടി ഉമ്മനൊക്കെ സംസാരിക്കുന്നത്. എല്ലാവരും ഈ പറയുന്ന വിഷയത്തെ, ആ ഒരു മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, ആ അപകടത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സർക്കാരിന് അടിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാത്രി നടക്കാൻ പോകുന്ന അന്തിച്ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കണ്ടന്റ് കിട്ടിയ സന്തോഷത്തിലാണ് മാധ്യമങ്ങൾ. ഇനിയിപ്പോ ഈ മൈക്കും ക്യാമറയും ഒക്കെ പൊക്കിയെടുത്തുകൊണ്ട് ഈ പറയുന്ന ആശുപത്രി മുഴുവനും കറങ്ങി നടക്കും. പാവപ്പെട്ട കുറെ ആളുകളുടെയൊക്കെ ബൈറ്റ് എടുത്ത് അവരെയൊക്കെ ബലിയാടാക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പൊതുവെ സർക്കാർ ആശുപത്രികളെയൊക്കെ തകർത്ത് സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളെ പുതിയ അജണ്ട എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന അന്തിച്ചർച്ചകളിൽ പൊതുവെ സർക്കാർ ചെയ്തിട്ടുള്ള ആരോഗ്യ രംഗത്ത് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരസ്കരിച്ചുകൊണ്ട് ഇവിടെ ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കുന്നില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടക്കും. നോക്കൂ, UDF-ന്റെ ഭരണകാലത്ത് അടച്ചു പൂട്ടിയിരുന്ന ആരോഗ്യ രംഗത്തെയാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള അവസ്ഥയൊന്നും അല്ലാട്ടോ നിലവിലുള്ളത്. എന്തായാലും നമുക്കൊന്ന് ഇപ്പോഴത്തെ ഈ ഒരു LDF സർക്കാരിന്റെ കാലത്ത് എന്തൊക്കെ ആരോഗ്യ വകുപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയൊക്കെ ഒന്ന് പരിശോധിക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊക്കെ ഇന്ന് വൈകുന്നേരം ആരെങ്കിലും പറയാൻ വന്നാൽ പോലും അവർക്ക് സമയം കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്നേ. അതുകൊണ്ടാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ കിരണം പദ്ധതിയിൽ എല്ലാ സേവനങ്ങളും തികച്ചും സൗജന്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടപ്പിലാക്കി വരികയാണ്. റോബോട്ടിക് സർജറി,
പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് ചലനശേഷി വീണ്ടെടുക്കുവാൻ സഹായിക്കുന്ന ജി ഗൈറ്റർ, ബ്ലഡ് ബാഗ് ഡിസബിലിറ്റി എന്നിവയൊക്കെ വെറും ഉദാഹരണങ്ങൾ മാത്രമാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അപൂർവ രോഗങ്ങൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണത്തിന് കെയർ പദ്ധതി, അതുപോലെ തന്നെ സ്റ്റേറ്റ് 1 ഹെൽത്ത് സെന്റർ, KCDC, നിപ റിസർച്ച് സെന്റർ, കുഞ്ഞുങ്ങളിലെ വൃക്കരോഗം കണ്ടെത്തി ചികിത്സിക്കാൻ പ്രതീക്ഷ, ഫാറ്റി ലിവർ ചികിത്സയ്ക്കായി രാജ്യത്ത് ആദ്യമായി ജില്ലാ ആശുപത്രികളിൽ ക്ലിനിക്ക്, പ്രധാന ആശുപത്രികളിൽ കൂടാതെ 25 ഇടത്തുകൂടി അർബുദ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മലബാർ ക്യാൻസർ സെന്റർ 562.25 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് ആയി ഉയർത്തിയിരിക്കുന്നു. സ്തനാർബുദം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ 8 ആശുപത്രികളിൽ മാമോഗ്രാം മെഷീൻ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ ആശുപത്രി കെട്ടിടം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു. മലബാർ ക്യാൻസർ സെന്ററിൽ ബോൺമാരോ ഡോണർ രജിസ്ട്രി ആരംഭിച്ചിരിക്കുന്നു. അടിസ്ഥാന വികസനത്തിന് 10,000 കോടി രൂപയിലധികം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ജനറൽ, ജില്ലാ, താലൂക്ക് ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന 72 പദ്ധതികൾക്കായി 5,700 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിരിക്കുന്നു. കിഫ്ബിയിൽ നിന്ന് 4,000 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു. മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യത്തിനായി 3,200 കോടി രൂപയുടെ 17 പദ്ധതികൾക്കായി ഭരണാനുമതി ഏകിയിരിക്കുന്നു. 2,000 കോടി രൂപയുടെ ധനാനുമതി കിഫ്ബിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. നബാർഡ് ധനസഹായം വഴി 31 ആശുപത്രികൾക്കായി 450 കോടി രൂപയും കോട്ടയം മെഡിക്കൽ കോളേജിലെ 2 പദ്ധതികൾക്കായി 47 കോടിയും ഉൾപ്പെടെ മൊത്തം 32 പ്രൊജക്ടുകൾക്കായി 482 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയാണ്. തിരുവനന്തപുരം RCCയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 187.32 കോടി രൂപ ഉപയോഗിച്ച് 14 നില കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ പോവുകയാണ്. LDFന്റെ ഭരണകാലത്ത് ആരോഗ്യ രംഗത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്നും നിൽക്കില്ല. കണക്കുകൾ അങ്ങനെ നീണ്ടുപോകും. കോവിഡ് കാലത്ത്, നിപ്പ കാലത്തൊക്കെ ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെ, വികസന പ്രവർത്തനങ്ങളെ, സേവനങ്ങളെ ലോക രാജ്യങ്ങൾ പോലും അഭിനന്ദിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ആരോഗ്യരംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള 538.14 കോടി രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. എന്തുകൊണ്ടാണത്? ആ പണം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയെ ഇനിയും മികവുറ്റതാക്കുമെന്നും ജനങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നും നന്നായി അവർക്കറിയാം. അതുകൊണ്ട് പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന് ഒരു അസറ്റായി തന്നെ കേരളത്തിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യരംഗത്തെ മികവാർന്ന പ്രവർത്തനത്തിന് എത്ര അംഗീകാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്, കേരളത്തെ തേടി എത്തിയിട്ടുള്ളത് LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ? ഒന്ന് പരിശോധിക്കാം. ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള ആഗോള അംഗീകാരത്തിനായി വിക്ടോറിയൻ പാർലമെന്റ് മന്ത്രി വീണ ജോർജിനെ ആദരിച്ചു. 2025 നടന്ന സംഭവമാണ്. പകർച്ചേതര രോഗങ്ങളുടെ പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് RCCക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ചത് 2024 ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരങ്ങൾ തുടർച്ചയായിട്ട് 3 വർഷമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും പുറത്തു വിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ 2022-ലും 2023-ലും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനത്തിനുള്ള ദേശീയ അംഗീകാരം ലഭിച്ച ആർക്കാണ്? നമുക്കാണ്. ഹീമോഫീലിയ വിവര ശേഖരണത്തിനും ഏകോപനത്തിനും അന്തർദേശീയ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? നമുക്കാണ്. കാഴ്ച പരിമിതർക്കായി സജ്ജമാക്കിയിട്ടുള്ള സേവനത്തിന് ആരോഗ്യ മനതൻ 2023 പുരസ്കാരം നമുക്ക് ലഭിച്ചു. അനുവദിച്ച തുക പൂർണ്ണമായും വിനിയോഗിച്ച സംസ്ഥാനം കേരളമാണ്. കൂടുതൽ ബെഡുകൾ എംപാനൽ ചെയ്ത സംസ്ഥാനത്തിനുള്ള അവാർഡ് കിട്ടിയത് നമുക്കാണ്. കുറഞ്ഞത് ഒരു ആയുഷ്മാൻ കാർഡുള്ള 90% കുടുംബങ്ങൾക്ക് മുകളിലുള്ള സംസ്ഥാനം. ആശാധാര പദ്ധതികൾക്ക് ദേശീയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ 2022-ലും 2023-ലും കേരളം ഒന്നാമതാണ്. ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ്. ഇന്ത്യ ടുഡേ അവാർഡ് അത് 2022-ൽ നമുക്ക് ലഭിച്ചു. മാതൃമരണം കുറയ്ക്കുന്നതിന് ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റിനുള്ള ദേശീയ അവാർഡ് നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. NQAS അംഗീകാരം ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയ സംസ്ഥാനം അത് കേരളമാണ്. ഇത് 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലെ മാത്രം ആരോഗ്യ മേഖലയൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലെ നേട്ടങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വരും.